മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ചും ഡൽഹി സുൽത്താനേറ്റിൽ നമ്മൾ ഈ ഒരു തുഗ്ലക് ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്ന ഡൈനാസ്റ്റിയാണ് സയ്യിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡൈനാസ്റ്റിയുടെ തുടക്കം എങ്ങനെയാണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി തിമൂറിൻ്റെ അറ്റാക്കിന് ശേഷം ഓൾറെഡി ആ ഒരു തുഗ്ലക് ഡൈനാസ്റ്റി അങ്ങ് അവസാനത്തിലേക്ക് പോവാണ്. അതിനുശേഷമാണ് അവിടെ ആ ഒരു പഞ്ചാബ് ഏരിയയിൽ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ആയിട്ട് കിസർ ഖാനെ തിമൂർ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു കിസർ ഖാൻ പിന്നീട് 1412-14 കാലഘട്ടത്തിൽ ഇങ്ങോട്ട്, അതായത് ഡൽഹിയിലേക്ക് വരികയും അദ്ദേഹം ഈ ഒരു ഡൽഹിയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഡൈനാസ്റ്റി സെറ്റപ്പ് ചെയ്യുകയാണ്. അതാണ് സയ്യിദ് ഡൈനാസ്റ്റി. അതിൻ്റെ കാലഘട്ടം 1414 മുതൽ 1451 വരെയാണ്. അപ്പോൾ ഈ ഒരു സയ്യിദ് ഡൈനാസ്റ്റിയിലെ 4 പ്രധാനപ്പെട്ട സുൽത്താൻമാരാണ് ഉണ്ടായിരുന്നത് 1451 വരെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഡ്യൂറേഷനൊന്നുമില്ല, ഏകദേശം 37 വർഷത്തോളം മാത്രമാണ് 4 പേര് ചേർന്നിട്ട് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സയ്യിദ് ഡൈനാസ്റ്റി അവർ ഭരിക്കുന്നത് ഇവിടെ സെപ്പറേറ്റ് ഒരു ഡൈനാസ്റ്റി ആണെങ്കിൽ പോലും ഈ ഒരു സയ്യിദ് സുൽത്താൻസ് തിമൂറിനും അതുപോലെ തന്നെ തിമൂറിൻ്റെ സണ്ണിനും ട്രൈബ്യൂട്ട് ചെയ്തുകൊണ്ടാണ്, അതായത് ആ ഒരു ഡൈനാസ്റ്റിക്ക് കീഴിലായിട്ട്, തിമൂറിൻ്റെ എംപയറിന് കീഴിലായിട്ട് ഭരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 4 റൂളേഴ്സ് ഇവയായിരുന്നു. 1414 മുതൽ 21 വരെ കിസർ ഖാൻ സയ്യിദ്, 1421 മുതൽ 34 വരെ മുബാറക് ഷാ, 34 മുതൽ 43 വരെ മുഹമ്മദ് ഷാ, 43 മുതൽ 51 വരെ അലാവുദ്ദീൻ ഷാ എന്നിങ്ങനെ 4 റൂളേഴ്സാണ് സയ്യിദ് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഏരിയ നമുക്ക് കാണാൻ വേണ്ടി, പ്രധാനപ്പെട്ട കോർ ഏരിയ ആണ് ഇവിടെ. ഇത് പിന്നീടുള്ള ഏരിയാസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അത് പിന്നീട് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ ഒരു തുഗ്ലക് ഡൈനാസ്റ്റി ഇത്രയും ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു വന്ന് ഈ ഒരു ചെറിയ പ്രദേശത്തേക്ക് മാത്രം ഒതുങ്ങിയിട്ടാണ് ആരുണ്ടായിരുന്നത്, സയ്യിദ് ഡൈനാസ്റ്റി ഉണ്ടായിരുന്നതെന്ന് കൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സയ്യിദ് ഡൈനാസ്റ്റി കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ടത് വരുന്നത് നമ്മൾ ലോധി ഡൈനാസ്റ്റിയാണ്. സയ്യിദ് ഡൈനാസ്റ്റി കഴിഞ്ഞാൽ വരുന്നത് ലോധി ഡൈനാസ്റ്റി. എങ്ങനെയാണ് ലോധി ഡൈനാസ്റ്റി വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ബഹ്ലുൽ ഖാൻ ലോധി, അദ്ദേഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പഞ്ചാബിലെ, പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിലെ ഗവർണറുടെ സണ്ണിൻ ലോ ആയിരുന്നു, അതായത് മരുമകനായിരുന്നു ബഹ്ലുൽ ഖാൻ ലോധി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബഹ്ലുൽ ലോധി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുഹമ്മദ് ഷായാണ് റേസ് ചെയ്തിരുന്നതെന്ന്. പ്രത്യേകിച്ചും അദ്ദേഹത്തെ റേസ് ചെയ്തിട്ട് തരുൺ ബിൻ സുൽത്താൻ എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. ആരായി? മുഹമ്മദ് ഷാ. മുഹമ്മദ് ഷാ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ആരാണ്? സയ്യിദ് ഡൈനാസ്റ്റിയിലെ റൂളറാണ് മുഹമ്മദ് ഷാ. മുഹമ്മദ് ഷാ അദ്ദേഹത്തിൻ്റെ സിർഹിന്ദ് അല്ലെങ്കിൽ പഞ്ചാബ് പ്രദേശത്തെ ഗവർണറായിട്ടുണ്ടായ ആളാണ് ബഹ്ലുൽ ഖാൻ ലോധി. അദ്ദേഹത്തെ മുഹമ്മദ് ഷാ ആണ് റേസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചാബ് സൈഡിലെ ചീഫുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള റൂളർ ആയിരുന്നു. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സയ്യിദ് റൂളർ ആയിട്ടുള്ള അലാവുദ്ദീൻ അലം ഷാ, അദ്ദേഹം വോളണ്ടറിലി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് അവസാനത്തെ സയ്യിദ് റൂളർ ആയിട്ടുള്ള അലാവുദ്ദീൻ അലം ഷാ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സ്വന്തമായിട്ട് വോളണ്ടറിലി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്താണ് ബഹ്ലുൽ ഖാൻ ലോധി അധികാരത്തിലേക്ക് വരുന്നത്. കാരണം അന്നുള്ള മറ്റുള്ള ഗവർണേഴ്സിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണ് സുൽത്താൻ ബഹ്ലുൽ ഖാൻ ലോധി. അദ്ദേഹം എന്ത് ചെയ്യാണ്, 1451 ഈ ഒരു സ്ഥലത്തേക്ക്, ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ റൂളറായിട്ട് വരികയാണ്. അതിനുശേഷം 1451 മുതൽ 1489 വരെ അദ്ദേഹം അധികാരത്തിൽ തുടരുകയാണ്. ഇത് പുതിയൊരു ഡൈനാസ്റ്റിയുടെ തുടക്കമാണ്. ആ ഡൈനാസ്റ്റിയുടെ പേരാണ് ലോധി ഡൈനാസ്റ്റി. അപ്പോൾ ബഹ്ലുൽ ഖാൻ ലോധിയാണ് ലോധി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോധി ഡൈനാസ്റ്റി അദ്ദേഹം സ്ഥാപിച്ചു 1451 മുതൽ 89 വരെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹമാണ് റൂളറായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 89 ശേഷം നോക്കിക്കഴിഞ്ഞാൽ സിക്കന്ദർ ലോധി 1489 മുതൽ 1517 വരെ. ഇബ്രാഹിം ലോധിയാണ് 1517 മുതൽ 1526 വരെ റൂളറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ലോധി ഡൈനാസ്റ്റി, നേരത്തെ നമ്മൾ കണ്ടു സയ്യിദ് ബ്രദേഴ്സ് ഈ ഒരു പ്രദേശത്തേക്ക് മാത്രം ചുരുങ്ങിയെങ്കിൽ വീണ്ടും ഇത് നമുക്ക് നോർത്ത് വെസ്റ്റിലേക്കും അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിലേക്കും ഒക്കെ ഈ ഒരു പ്രദേശം വ്യാപിപ്പിക്കുന്നതായിട്ട്, അതായത് ബംഗാൾ വരെ ഈ ഒരു പ്രദേശം വ്യാപിപ്പിക്കുന്നതായിട്ട് ലോധി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോധി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലെ റൂളേഴ്സ് ബഹ്ലുൽ ഖാൻ ലോധി, സിക്കന്ദർ ലോധി, ഇബ്രാഹിം ലോധി എന്നിവരാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സിക്കന്ദർ ലോധി. 1489 മുതൽ 1517 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തത്. അതായത് ബഹ്ലുൽ ലോധിയുടെ രണ്ടാമത്തെ മകനാണ് ഈ ഒരു
സിക്കന്ദർ ലോധി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുക ബഹ്ലൂൽ ലോധിയുടെ മരണത്തിന് ശേഷമാണ് 1489 സിക്കന്ദർ ലോധി അധികാരത്തിലേക്ക് വരുന്നത്. അദ്ദേഹമാണ് 1504 ആഗ്ര ഫോർട്ട്, അതായത് ഇതുവരെ എല്ലാ റൂളേഴ്സും ഡൽഹിയെ ചുറ്റിപ്പറ്റിയാണ്, ഡൽഹി സുൽത്താനാണ് ഡൽഹിയെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ ആഗ്രയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഗ്രയിലേക്ക് അദ്ദേഹം ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്നും ക്യാപിറ്റൽ എവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്? ആഗ്രയിലേക്ക്, ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അവിടെ ആഗ്രയിൽ 1504 അദ്ദേഹം ഫോർട്ടുകളും അതുപോലെ ആഗ്ര മോസ്കും ഒക്കെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശസ്തനായിട്ടുള്ള പോയിറ്റ് ആയിരുന്നു സിക്കന്ദർ ലോധി എന്ന് പറഞ്ഞത്. അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പെൻ നെയിമായിട്ട്, അതായത് തൂലികാ നാമമായിട്ട് ഉപയോഗിച്ചത് ഗുൽറൂഖ് എന്ന പേരാണ്. അദ്ദേഹം തൂലികാ നാമമായിട്ട് ഓർത്തു വെക്കുക, ഗുൽറൂഖ് എന്ന പേരിൽ അറിയപ്പെട്ടത് സിക്കന്ദർ ലോധിയാണെന്ന് ഓർത്തു വെക്കുക. അദ്ദേഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയറ്റും അതുപോലെ ഒരു കമ്പോസറും ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ഡൽഹിയിൽ നിന്ന് ക്യാപിറ്റലിനെ ആഗ്രയിലേക്ക് മാറ്റി ആഗ്ര ഫോർട്ടും ആഗ്രയിലെ മറ്റ് മോസ്കുകളും മറ്റുമൊക്കെ പ്രധാനപ്പെട്ട മോസ്കുകളൊക്കെ അദ്ദേഹമാണ് പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിക്കന്ദർ ലോധിക്ക് ശേഷമാണ് ഇബ്രാഹിം ലോധി അധികാരത്തിലേക്ക് വന്നത്. അതായത് സിക്കന്ദർ ലോധിയുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇളയ മകനാണ് ഇബ്രാഹിം ലോധി. 1517 മുതൽ 1526 വരെയാണ് ഈ ഒരു ഇബ്രാഹിം ലോധി ഭരിച്ചിരുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവാണ്, ഈ ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ അവസാനത്തെ രാജാവാണ് ലോധി. കാരണം ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇബ്രാഹിം ലോധിയോടുകൂടി അവസാനിക്കുകയാണ്. പിന്നീട് വരുന്നത് മുഗൾ റൂളറാണ്, അല്ലെങ്കിൽ മുഗൾ എംപയർ ആണ്. അപ്പോൾ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിലെ അല്ലെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു റൂളേഴ്സിൻ്റെ ഒരുപാട് ഡൈനാസ്റ്റീസിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു ഡൈനാസ്റ്റീസിലെ അവസാനത്തെ റൂളറാണ് ഇബ്രാഹിം ലോധി എന്ന് പറയുന്നതായിട്ടുള്ളത്. അദ്ദേഹം ഒരു എക്സലൻ്റ് ആയിട്ടുള്ള വാരിയർ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അത്ര ശരിയായിരുന്നില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹം തീരുമാനം എടുക്കും. അതുപോലെ തന്നെ ഇംപൊളിറ്റിക് ആയിട്ടുള്ള, അതായത് പൊളിറ്റിക്കലി തിങ്ക് ചെയ്യാതെ ചടപടാ തീരുമാനങ്ങൾ എടുക്കും, വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കും. ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഇഷ്യൂസ് ഉണ്ടായി. പ്രത്യേകിച്ചും മുഴുവൻ അധികാരവും അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കൊണ്ടുവരും. അതായത് അദ്ദേഹത്തിൻ്റെ റോയൽ കോർട്ടിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഓരോ വിഷയത്തിലും നല്ല അറിവും പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാർ. അത്തരം ആൾക്കാരുടെ അഭിപ്രായങ്ങളൊന്നും എടുക്കില്ല. അദ്ദേഹം സ്വന്തം തീരുമാനം എടുക്കും. ആ സ്വന്തം തീരുമാനം അദ്ദേഹം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കും, അത് അദ്ദേഹം നടപ്പിലാക്കും. അതുപോലെ തന്നെ മിലിറ്ററിനെ വളരെയധികം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഒരു അട്ടർ ഫെയിലിയറിലേക്കാണ് ഇബ്രാഹിം ലോധിനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുതിയ കച്ചവട ബന്ധങ്ങളോ പുതിയ കച്ചവട റൂട്ടുകളോ തുടങ്ങാൻ വേണ്ടി പറ്റില്ല. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ട്രഷറി മുഴുവൻ ഡിപ്ലീറ്റ് ആവുകയും ചെയ്തു. അതായത് വളരെ വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, എക്കണോമിക്കലി അതുപോലെ തന്നെ മിലിറ്ററിയിലി വീക്കായ ഒരു സ്ഥലത്തേക്കാണ് മുഗൾ റൂളേഴ്സ് അറ്റാക്കുമായിട്ട് വരുന്നതായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുകയും മുഗൾ ഭരണമാണ് അടുത്തതായിട്ട്, അല്ലെങ്കിൽ മുഗൾ എംപയർ സ്ഥാപിക്കുകയാണ് അടുത്തതായിട്ട് വരുന്നതായിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇബ്രാഹിം ലോധിയുടെ കാലത്ത് ദൗലത്ത് ഖാൻ ലോധിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോധി ലാഹോറിലെ ഗവർണർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കണം. അതായത് ഈ ഒരു ദൗലത്ത് ഖാൻ ലോധിയെ നമ്മൾ ഓർത്തു വെക്കണം. ദൗലത്ത് ഖാൻ ലോധി എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയുടെ കാലഘട്ടത്തിൽ, ഇബ്രാഹിം ലോധി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാഹോറിലെ ഗവർണറായിരുന്നു. അപ്പോൾ ഈ ഒരു ദൗലത്ത് ഖാൻ ലോധി ഡൈനാസ്റ്റിയുമായിട്ട് വളരെ ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇബ്രാഹിം ലോധി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇബ്രാഹിം ലോധി അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുകയും, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള കമാൻഡറാണ്. അദ്ദേഹത്തെ ദൗലത്ത് ഖാൻ ലോധിയെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യുകയും അതിനു പകരം യങ്ങറായിട്ടുള്ള, അതായത് ഈ ഒരു ഇബ്രാഹിം ലോധിയോട് കൂറുള്ള യങ്ങറായിട്ടുള്ള ആൾക്കാരെ ഈ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ചും ലാഹോറിൽ സ്ഥാപിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ എന്താണ് പ്രശ്നം വന്നേ? ദൗലത്ത് ഖാൻ ലോധിയെ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യം വന്നു. അദ്ദേഹം ആ ഒരു പ്രദേശത്തിനെ, അദ്ദേഹം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലാഹോർ കേന്ദ്രീകരിച്ചുള്ള ആ ഒരു പ്രദേശത്തിന് സ്വാതന്ത്ര്യം വേണമെന്നും അദ്ദേഹത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൂളറായിട്ട് പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹത്തിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കണമെന്നും അദ്ദേഹത്തിന് തോന്നി. കാരണം അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത്, പ്രത്യേകിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോധി ഡൈനാസ്റ്റിയിൽ ഈ ഒരു ഇഷ്യൂ, പ്രത്യേകിച്ചും ഇബ്രാഹിം ലോധി ലാഹോറിലെ ഗവർണറായിട്ടുള്ള ദൗലത്ത് ഖാൻ ലോധിയെ എന്ത് ചെയ്യുകയാണ്? ദൗലത്ത് ഖാൻ ലോധിയെ റീപ്ലേസ് ചെയ്യുകയാണ്, മാറ്റുവാണ് അവിടെ നിന്ന്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇഷ്യൂവിൽ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്, ഇബ്രാഹിം ലോധിയോടുള്ള റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ദൗലത്ത് ഖാൻ ലോധി എവിടെ പോവാണ്? നേരെ അഫ്ഗാനിസ്ഥാനിലെ
കാബൂളിലേക്ക് പോവാണ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് പോയിട്ട് അവിടെ അദ്ദേഹം ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയെ ആക്രമിച്ച് ഇവിടെ നിന്നും ഈ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും ഈ അധികാരം പിടിച്ചെടുത്ത് അദ്ദേഹത്തിന്, പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദൗലത്ത് ഖാൻ ലോധിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റുമായിട്ടാണ് അദ്ദേഹം ബാബറിനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാബറിനുള്ള ഒരു ഇൻവിറ്റേഷനുമായിട്ടാണ് ദൗലത്ത് ഖാൻ ലോധി പോകുന്നതായിട്ടുള്ളത്. ദൗലത്ത് ഖാൻ ലോധിയുടെ ഇൻവിറ്റേഷനുമായിട്ട് ബാബർ ഇബ്രാഹിം ലോധിയെ ആക്രമിക്കുകയും അതോടുകൂടി ലോധി ഡൈനാസ്റ്റിയുടെ അവസാനമാവുകയും പുതിയൊരു കാലഘട്ടം, അതായത് ബാബർ ഇവിടെ മുഗൾ എംപയർ സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. അതായത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം നടക്കുന്നത് ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടിയാണെന്ന് ഓർത്തു വയ്ക്കുന്നത്. അതിന് കാരണക്കാരനായിട്ടുള്ളത് ദൗലത്ത് ഖാൻ ലോധിയാണെന്ന് ഓർത്തു വയ്ക്കണം. അപ്പോൾ മുഗൾ എംപയർ എങ്ങനെയാണ് രൂപീകരിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ ആർക്കിടെക്ചർ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും കാര്യമായിട്ടുള്ള വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. പ്രധാനപ്പെട്ട 2-3 ആർക്കിടെക്ചറുകൾ നമുക്ക് കാണാം. ഒന്നാണ് തുഗ്ലക്കാബാദ് ഫോർട്ട് എന്ന് പറയുന്നത്, തുഗ്ലക്കാബാദ് ഫോർട്ട്. മറ്റൊന്നാണ് ഫിറോസാബാദ് സിറ്റി. അടുത്താണ് മുഹമ്മദ് ഷാ സയ്യിദ് മുസോളിയം ഉണ്ട്. അതുപോലെ തന്നെ സിക്കന്ദർ ലോധി ടോംബ്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അതിൽ തുഗ്ലക്കാബാദ് ഫോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ഈ തുഗ്ലക് ഫോർട്ട് പണിതിട്ടുള്ളത്. ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ റൂളറായിരുന്ന അദ്ദേഹം 1321 ഈ ഒരു ഗിയാസുദ്ദീൻ തുഗ്ലക്കാബാദ് ഫോർട്ട് പണിതിട്ടുള്ളത്. അതായത് ഒരു കോട്ടയാണ് തുഗ്ലക്കാബാദ് ഫോർട്ട് എന്ന് പറയുന്നതായിട്ടുള്ളത്. മറ്റൊന്നാണ് സിക്കന്ദർ ലോധിയുടെ ടോംബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ ലോധി ഗാർഡൻസ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെയാണ് ഈ ഒരു സിക്കന്ദർ ലോധിയുടെ ടോംബ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിക്കന്ദർ ലോധിയുടെ മകനായിട്ടുള്ള ഇബ്രാഹിം ലോധിയാണ് 1517 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു ലോധി ടോംബ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് മുഹമ്മദ് ഷായുടെ ടോംബുമായിട്ടുള്ള സിമിലാരിറ്റി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ടോംബ് ഉണ്ടാക്കിയതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സമയത്തുള്ള പ്രധാനപ്പെട്ട ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 2 ഡൈനാസ്റ്റീസിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. പ്രത്യേകിച്ചും ഒന്ന് സയ്യിദ് ഡൈനാസ്റ്റി, മറ്റൊന്നാണ് ലോധി ഡൈനാസ്റ്റി. വളരെ ചെറിയ 2 ഡൈനാസ്റ്റീസ് ആണ്, വളരെ കുറച്ച് റൂളേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി ഉയർന്നു വരുവാണ്. ഡൈനാസ്റ്റി അല്ല, ഒരു എംപയർ ഉയർന്നു വരുവാണ്. അതായത് ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തുവാണ്. ബാബർ ഇവിടെ മുഗൾ എംപയർ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്.